അപ്പോൾ 2012 ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാമേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആഴ്ച മൊത്തം നമുക്ക് 10 ക്വസ്റ്റ്യൻസ് വെച്ച് പോകാം. അടുത്ത ആഴ്ച തൊട്ട് 15 ആക്കി നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് തന്നെ അതിലും കൂട്ടി നമുക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the parliament can make any law for whole or any part of India for implementing international treaties. ഇത് പോളിറ്റി ലക്ഷ്മികാന്തിന്റെ ഫെഡറലിസം ചാപ്റ്ററിനകത്തുള്ളതാണ്. ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ലോസിൽ പോലും എങ്ങനെയാണ് ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് സെന്ററിന് നിയമം ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന്. ഇന്റർനാഷണൽ ട്രീറ്റികൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഉള്ള നിയമങ്ങൾ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണെങ്കിൽ പോലും സെന്ററിന് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിന് ഒരു സ്റ്റേറ്റിന്റെയും കൺസെന്റ് ആവശ്യമില്ല. They can make laws without the consent of any state. Question number 22. In the grasslands, trees do not replace grasses as a part of an ecological succession because see, insectum fungi ആ ഒരു ഇഷ്യൂ അതെങ്ങനെയാണ് ഒരു ഇഷ്യൂ ആവുന്നതെന്ന് നമുക്കത് ആലോചിച്ചാൽ മനസ്സിലാവത്ത പോലും ഇല്ല. ഇതേപോലുള്ള പല സ്റ്റേറ്റ്മെന്റുകളിലും പല ചോദ്യങ്ങളിലും UPSC തരും. അതായത് ഇല്ലോജിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, അതും നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനുമായിട്ട് വലിയ കണക്ഷൻ ഒന്നും കാണില്ല. ഒരു ഗ്രാസ് ലാൻഡിൽ എന്തുകൊണ്ടാണ് ട്രീസ് ഉണ്ടാവാത്തത്, എന്തുകൊണ്ടാണ് ഗ്രാസ് ലാൻഡ്സിനെ റീപ്ലേസ് ചെയ്ത് ട്രീസ് വരാത്തത് എന്നതിന്റെ കാരണമായിട്ട് പറയുന്നത് കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻസെക്ട്സ് ആൻഡ് ഫംഗി, അത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റിന്റെ ആൻസർ കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഗോ ബൈ യുവർ ഫണ്ടമെന്റൽ നോളജ്, ഗോ ബൈ യുവർ കോമൺ സെൻസ്. കോമൺ സെൻസിക്കലി അത് നമുക്ക് ചിന്തിച്ച് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തെറ്റായിരിക്കാനാണ് സാധ്യത. ഇൻസെക്ട്സ് ആൻഡ് ഫംഗി നമുക്ക് ഒരു രീതിയിലും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അടുത്തത് സൺലൈറ്റ് ആൻഡ് പോസിറ്റി ഓഫ് ന്യൂട്രിയൻസ്. സൺലൈറ്റ് കുറവായതുകൊണ്ടും ന്യൂട്രിയൻസ് കുറവായതുകൊണ്ടും നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഈ പറഞ്ഞ ഗ്രാസ് ലാൻഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്. പിന്നെ അത് നിലനിൽക്കുന്ന സ്ഥലത്ത് തന്നെ ആ ട്രോപ്പിക്കൽ ടെമ്പറേറ്റ് ഏരിയാസിൽ തന്നെ ഫോറസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം സൺലൈറ്റ് മാറുന്നത് കൊണ്ടാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അതേ ലാറ്റിറ്റ്യൂഡിൽ തന്നെ നമുക്ക് ഇതേപോലെ അതേ ലോഞ്ചിറ്റ്യൂഡിൽ തന്നെ നമുക്ക് ഫോറസ്റ്റുകളും കാണാൻ പറ്റും ഈ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സും ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സും ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ. അപ്പം അതും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല സൺലൈറ്റ് കുറവാണ് എന്നുള്ളത് കൊണ്ട്. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് പറഞ്ഞാൽ വാട്ടർ ലിമിറ്റ്സ് ആൻഡ് ഫയറും നൺ ഓഫ് ദി എബോവ് ആണ്. ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്ന ഡിലമ്മ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമൺ സെൻസ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസെക്റ്റും ഫംഗിയും ഒരു രീതിയിൽ നമുക്ക് ആ ട്രീസിന്റെ വളർച്ചയായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഗ്രാസ് ലാൻഡ് ഇൻസെക്റ്റും ഫംഗീസും ഉള്ളത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഗ്രാസ് ലാൻഡ്സ് മാറി ട്രീസ് വരാത്തത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് സൺലൈറ്റ് ആൻഡ് പോസിറ്റീവ് ന്യൂട്രിയൻസ് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഈ ട്രോപ്പിക്കൽ അല്ലെങ്കിൽ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സിൽ സൺലൈറ്റ് വീഴുന്ന അതേ ഇതിൽ തന്നെ നമുക്ക് അതേ ഫോമിൽ തന്നെ നമുക്ക് ഫോറസ്റ്റുകളും കാണാൻ പറ്റും. അപ്പം ലിമിറ്റഡ് സൺലൈറ്റ് ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. പിന്നെ ഉള്ളത് ഇത് രണ്ടുമാണ്. ഇതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഡിലമ്മ. വാട്ടർ ലിമിറ്റ്സ് ആൻഡ് ഫയർ. ഈ വാട്ടർ ലിമിറ്റ്സ് പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ ജോഗ്രഫി വായിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഈ ഗ്രാസ് ലാൻഡുകൾ ഉണ്ടാവാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രീസിനെ സസ്റ്റെയിൻ ചെയ്യാൻ ഉള്ളത്ര മഴ ഇല്ലാത്തത് കൊണ്ടാണ്. ഈവൻ ആ കോപ്പൻസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്ലൈമറ്റ് ഉണ്ടല്ലോ ഫിസിക്കൽ ജോഗ്രഫിക്കകത്ത്, അത് വായിക്കുമ്പോൾ എവിടേക്കോ പറയുന്നുണ്ട് പറഞ്ഞ പോലെ അവിടുത്തെ പ്രസിപ്പിറ്റേഷൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് പലപ്പോഴും ഇതേപോലുള്ള ഡിഫറൻസുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു നോളജ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കത് വാട്ടർ ലിമിറ്റ്സ് ആൻഡ് ഫയർ ആണ് ആൻസർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, which one of the following is the correct sequence of ecosystem in the order of decreasing productivity? ഇതൊരു സിമ്പിൾ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെയാണ് ഇതും. which one of the following is the correct sequence of ecosystem in the order of decreasing productivity? ശങ്കറിന്റെ എൻവയോൺമെന്റ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു സാധനമുണ്ട്, ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉള്ള ഏരിയാസ് ഏതാണ്? എക്ടോടോൺസ് ആണ്.
എക്കോ ടോൺസിലാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി വരുന്നത്. കാരണം രണ്ട് രീതിയിലുള്ള ആ എക്കോ സിസ്റ്റംസ് ഓവർലാപ്പ് ചെയ്യുന്ന ഏരിയ ആണ് നമ്മൾ എക്കോ ടോൺ എന്ന് വിളിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ സ്പീഷീസിനെയും കാണുന്നത്, ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി അതിൻ്റെ അകത്താണുള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ തന്നിരിക്കുന്നതിൻ്റെ അകത്ത് എക്കോ ടോൺസ് ഏതൊക്കെയാണ് ഉള്ളത്? മാൻഗ്രോവ് ഒരു എക്കോ ടോൺ ആണ്. പിന്നെ അടുത്ത എക്കോ ടോൺ ഏതാ? മാൻഗ്രോവ് ഒരു എക്കോ ടോൺ ആണ്. ഇനി വേറൊരു എക്കോ ടോണും കൂടി ഉണ്ടാകുന്നുണ്ട്. ഏതാ? ഗ്രാസ്ലാൻഡ് ഒരു എക്കോ ടോൺ ആണ്. ഗ്രാസ്ലാൻഡ് എന്ന് പറയുന്നത് ഡെസേർട്ടിന്റെയും ഫോറസ്റ്റിന്റെയും മീറ്റിംഗ് പ്ലേസ് ആണ് ഗ്രാസ്ലാൻഡ്. ഇതിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഡെസേർട്ട് ഏരിയ ആണ് തുടങ്ങുന്നത്, താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആണ്. സെക്കൻഡ് എക്കോ ടോൺ ഇതിൽ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാസ്ലാൻഡ് ആണ്. അപ്പം നമുക്ക് ഇത് വായിക്കുമ്പോഴേക്കും മാൻഗ്രോവ് ആണോ ഗ്രാസ്ലാൻഡ് ആണോ കൂടുതൽ പ്രൊഡക്റ്റീവ് എന്ന് അറിയില്ലെങ്കിൽ പോലും എൻവയോൺമെന്റ് ശങ്കർ വായിച്ച ആ ഒരു ബേസിക് നോളജ് വെച്ച് എക്കോ ടോൺസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അത് സി ആണ്. ഇല്ലെങ്കിൽ തന്നെ ആ ശങ്കറിന്റെ അകത്ത് മറ്റേ സ്പീഷീസിന്റെ അകത്ത് മറ്റേ നമ്മുടെ ഫുഡ് ചെയിനും കാര്യങ്ങളൊക്കെ പഠിക്കുമല്ലോ, അതിൻ്റെ അകത്ത് അവർ പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഓഷ്യൻസ് ആണ് ലീസ്റ്റ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം എന്ന്. അപ്പം അത് ഓർമ്മയുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഏറ്റവും ഹയസ്റ്റ് പ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത് എക്കോട്ടോൺ ആണ്. അത് മാൻഗ്രോവും ഗ്രാസ്ലാൻഡും ആണ് തന്നിരിക്കുന്നതിൻ്റെ അകത്ത്. ലീസ്റ്റ് പ്രൊഡക്റ്റിവിറ്റി എന്ന് പറയുന്നത് ഓഷ്യൻസ് ആണ്. ഈ ഇൻഫർമേഷൻസ് എല്ലാം നമ്മുടെ ശങ്കർ എൻവയോൺമെന്റ് ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഉള്ളതാണ്. അത് നിങ്ങളൊരു 4-5 വട്ടം വായിച്ചു കഴിയുമ്പോഴേക്കും പറഞ്ഞ പോലെ വളരെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ആ വായിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ക്ലിക്കാവും. ഇന്ന ഏരിയയിൽ ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതങ്ങനെ അത്രയും തറവായ മാത്രമേ നമുക്ക് പെട്ടെന്ന് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ എക്സാം പ്രഷറിൽ. ആൻസർ സി ആണ്. ഇതും ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ ക്വസ്റ്റൻ അല്ലേ? ബേസിക് തറവാന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചോദ്യത്തിലേക്ക് വരാമായിരുന്നു. കോണ്ടോർ ബണ്ടിങ്. ഈ കോണ്ടോർ ബണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ പാടത്തൊക്കെ ആ ഒരു റൺ ഓഫ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കുന്നതാണ് കോണ്ടോർ ബണ്ടിങ് എന്ന് പറയുന്നത്. ഇതും എൻവയോൺമെന്റ് ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുണ്ട്. കോണ്ടോർ ബണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? കോണ്ടോർ ബണ്ടിങ് എന്നുള്ളത് കോണ്ടോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡർ എന്നാണ് മീനിങ്. കോണ്ടോർസ് ആ ബോർഡറിനകത്ത് ബണ്ട് കിട്ടുന്നതിനാണ് കോണ്ടോർ ബണ്ടിങ് എന്ന് പറയുന്നത്. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൺ ഓഫ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ലാൻഡ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് അതുമായിട്ട് അടുത്ത് നിൽക്കുന്നത്? ഡെസേർട്ട് മാർജിൻ. ഡെസേർട്ട് മാർജിൻസിൽ വിൻഡ് ആക്ഷൻ തടയാനാണ്. വിൻഡ് ആക്ഷൻ തടയാൻ വേണ്ടി ഒരിക്കലും നമ്മൾ കോണ്ടോർ ബണ്ടിങ് അല്ല, അതിനുവേണ്ടി നമ്മൾ പലപ്പോഴും വിൻഡ് ബ്രേക്കുകളാണ് വെക്കുന്നത്. അത് താഴെ പണിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ താഴെ ബണ്ട് കെട്ടിക്കഴിഞ്ഞാൽ വിൻഡ് ആക്ഷൻ ഒരിക്കലും പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു കോമൺ സെൻസ് ആണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വിൻഡ് ബ്രേക്കുകൾ എന്ന് പറയുന്നതാണ്. അതായത് വലിയ വലിയ ട്രീസ് കോണ്ടോർ ആ ബോർഡർ ഏരിയയിൽ വലിയ വലിയ ട്രീസുകൾ ചെയ്യും. അപ്പം കാറ്റ് വരുമ്പോഴേക്കും അതിലടിച്ച് അതിന്റെ സ്പീഡ് കുറഞ്ഞ് വിൻഡ് ഇറോഷൻ കുറയും. ലോ ഫ്ലാറ്റ് പ്ലെയിൻസ് ക്ലോസ് ടു സ്ട്രീം കോഴ്സസ് ലയബിൾ ടു ഫ്ലഡിങ്. ഫ്ലഡിങ് പ്രിവെന്റ് ചെയ്യാനല്ല, വെള്ളം കയറുന്നത് തടയാനല്ല, ഇറങ്ങിപ്പോകുന്നത് തടയാൻ വേണ്ടിയാണ്. ഒഴുകി റിവറിലേക്ക് പോകരുത്, പകരം നമ്മുടെ ആ ഫാം ലാൻഡിലേക്ക് തന്നെ പെർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോണ്ടോർ ബണ്ടിങ് കെട്ടുന്നത്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റും ഒരു സെൻസും ഉണ്ടാക്കുന്നില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിച്ചേ. വീഡ് ഗ്രോത്ത് തടയാനായിട്ടാണ്. വീട് നമ്മുടെ സ്ഥലത്ത് ആ വീടുണ്ടാവുന്നത് തടയാൻ വേണ്ടിയാണ് കോണ്ടോറിൽ കൊണ്ടുപോയി ബണ്ട് കെട്ടുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റും ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. അങ്ങനെ 3 സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് 100% ഇതിൽ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഡി, നൺ ഓഫ് ദി അബോവ്. ഇതും ഒരു സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Government enacted the Panchayat Extension to Scheduled Areas Act in 1996. Which one of the following is not identified as its objective? PESA, Panchayat Extension to Scheduled Areas Act 1996. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് ഏരിയാസിലേക്കും നമ്മുടെ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് സെൽഫ് ഗവർണൻസ് ഉണ്ട്, ട്രഡീഷണൽ റൈറ്റ്സ് അതിൻ്റെ അകത്തുണ്ട്, എക്സ്പ്ലോയിറ്റേഷൻ തടയാൻ വേണ്ടി ഈ ഗ്രാമസഭയ്ക്ക് ഒരുപാട് അധികാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പം മൈനർ മിനറൽസിന്റെ മൈനിങ് ആണെങ്കിൽ അവരുടെ കൺസെന്റ് കൂടെ എഴുതണം. അങ്ങനെയൊക്കെ ഒരുപാട് പ്രൊവിഷൻസ് ഈ പെസയ്ക്കകത്തുണ്ട്. ഇതും കൃത്യമായിട്ട് ലക്ഷ്മികാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഓട്ടോണോമസ് റീജിയൻ എന്ന് പറയുന്നത് അത് 5th ഷെഡ്യൂളിൻ്റെ അകത്ത് വരുന്നൊരു സാധനമാണ്. അതും പെസയായിട്ട് ബന്ധമൊന്നുമില്ല.
അപ്പം ആൻസർ സി ആണ്. Under the Scheduled Tribes and Other Traditional Dwellers Act 2006, who shall be the authority to initiate the process for determining the nature and extent of individual or community forest right or both? ഇതും ആ ശങ്കർ എൻവയോൺമെന്റ് ടെക്സ്റ്റ് ബുക്കിലാണ്. ഇല്ലെങ്കിൽ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും ഇത് സ്ഥിരം കാണുന്നൊരു സാധനമാണ് ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് ആക്ട് 2006. പറഞ്ഞ പോലെ 3 ജനറേഷൻസ് വരെ കാടിനുള്ളിൽ താമസിച്ചിട്ടുള്ള അല്ലെങ്കിൽ കാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയയിൽ താമസിക്കുന്നവർക്ക് അവർക്ക് ഈ പറയുന്ന ഹോം സ്റ്റേ റൈറ്റുകളും ഇൻഡിവിജ്വൽ റൈറ്റുകളും കളക്റ്റീവ് റൈറ്റുകളും കൊടുക്കുന്ന ഒരു പ്രൊവിഷനാണ് ഈ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ നിന്ന് ഫോറസ്റ്റ് പ്രൊഡ്യൂസുകൾ കളക്ട് ചെയ്യാനും അതേപോലെയുള്ള ഒരുപാട് അധികാരങ്ങൾ ഈ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006 തരുന്നുണ്ട്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനുള്ള ഈ റൈറ്റുകൾ ഇൻഡിവിജ്വൽ റൈറ്റും കളക്റ്റീവ് റൈറ്റും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇത് പ്രകാരം അതോറിറ്റി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമസഭയ്ക്കാണ്. ഗ്രാമസഭ കൂടിയാണ് ആ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് എൻഫോഴ്സ് ചെയ്യുന്നത്. ഈ ഗ്രാമസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് പ്രകാരം ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വോട്ടേഴ്സ് ലിസ്റ്റിലെ ആളുകൾ എല്ലാവരും കൂടെ ഉൾപ്പെടുന്ന ഒരു ഡെമോക്രാറ്റിക് ബോഡിയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. ഈ ഗ്രാമസഭയാണ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006 ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ്, ഇതും ഈ പറഞ്ഞ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 26, 27 ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് cereal grains and oil seeds result in the production of toxins known as aflatoxins which are not generally destroyed by the normal cooking process. Aflatoxins are produced by, പലപ്പോഴും നമുക്കറിയാത്ത ടേമുകൾ കാണും. ഇപ്പൊ അഫ്ലോടോക്സിൻ എന്നൊരു ടേം ചിലപ്പോൾ ഈ പറഞ്ഞാൽ നമ്മൾ കേട്ടിരിക്കണം എന്നില്ല. പക്ഷെ എങ്കിലും പോലുവേ ആ ഒരു സ്പെസിഫിക് നോളജ് അല്ല ഒരിക്കലും UPSC ടെസ്റ്റ് ചെയ്യുന്നത്. അവരെപ്പോഴും നോക്കുന്നത് നമുക്കൊരു ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ, നമ്മൾ ആ ഒരു വളരെ സിമ്പിൾ ആയിട്ട് പ്ലെയിൻ ആയിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതാണ്. അതാണ് അവർ നോക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ വായിച്ചിട്ട് ഈ അഫ്ലോടോക്സിൻസ് എന്താ നമുക്ക് അറിയത്തില്ല, അഫ്ലോടോക്സിൻസ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അറിയത്തില്ല. അപ്പൊ ചുമ്മാ ഒന്ന് ഗസ് ചെയ്യാം, ചിലവ് ബാക്ടീരിയ ആയിരിക്കും, ഇല്ലെങ്കിൽ പ്രോട്ടോസോവിയ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഗസ് ചെയ്യാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിന്തിക്കുക, ഓരോ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചും ആ ക്വസ്റ്റ്യന്റെ ഓരോ വാക്കിനെ കുറിച്ചും പിന്നെയും ചിന്തിക്കുക. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് സ്റ്റോറേജ് ഓഫ് cereal grains and oil seed result in production of toxins known as aflatoxins which are not generally destroyed by normal cooking process. ഈ നമ്മുടെ വീട്ടിലെ cereal grains-ന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ, cereal grains വെച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞേ. നമ്മൾ സ്ഥിരം വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം ചപ്പാത്തി ഉണ്ട്, ബ്രെഡ് ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട് ഇല്ലേ cereal grains വെച്ച് ഉണ്ടാക്കുന്നത്. അത് ഇംപ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക, അതായത് വൃത്തിയായിട്ട് സ്റ്റോർ ചെയ്യാതെ, ഈ പറഞ്ഞ പോലെ അത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാതെ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ സ്റ്റോർ ചെയ്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിന് എന്ത് സംഭവിക്കും? ബ്രെഡൊക്കെ വെളിയിൽ കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ബ്രെഡോ ചപ്പാത്തിയോ പൊറോട്ടയൊക്കെ എന്ത് പറ്റും? മറ്റേ ഒരു ഗ്രീൻ കളർ വരും. ആ ഗ്രീൻ കളർ നമ്മൾ മലയാളത്തിൽ എന്താ പറയുന്നത്? പൂപ്പലാണ്. പൂപ്പലിന്റെ ഇംഗ്ലീഷ് എന്താ? ഫംഗസ്. ഫംഗസിന്റെ പൂപ്പലിന്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ മൗൾഡ് എന്നാണ്. ആ പൂപ്പൽ ഉണ്ടാക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ പോലെ ഈ മറ്റേ ഈ മൗൾഡ് എന്ന് പറയുന്നത്. സി ആണ് ആൻസർ. അപ്പം ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഫസ്റ്റ് റീഡിങ്ങിൽ ഭയങ്കര പാടാൻ തോന്നും ക്വസ്റ്റ്യൻ. പക്ഷെ പിന്നെയും ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയാണോ കേട്ടോ പല ചോദ്യങ്ങളും. ഭയങ്കര വലിയ പാരഗ്രാഫായിട്ട് വരുന്ന പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസും അതേപോലുള്ള ഭയങ്കര ഒരുപാട് ടേംസും ഒക്കെ തന്ന് വരുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിരിക്കും വായിച്ചു കഴിയുമ്പോഴേക്കും. ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പം കഴിഞ്ഞ വട്ടം തന്നെ ഈ 5G 4G ഡിഫറൻസ് ഒക്കെ ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. വായിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ 5G 4G കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ എന്ന് നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിച്ച് തീർന്നു. പിന്നെ നമുക്ക് ഉത്തരം കിട്ടത്തില്ല. പക്ഷെ വായിച്ചു കഴിയുമ്പോഴേക്കും വലിയ വലിയ ബ്ലണ്ടറുകളൊക്കെ അവർ മനഃപൂർവ്വം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ എക്സാം പ്രഷറിനെ ടാക്കിൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ കൺസേൺ. ആ ക്വസ്റ്റ്യൻസ് എപ്പോഴും എളുപ്പമാണ്.
നിങ്ങളിപ്പം ഈ പേപ്പർ ഞാൻ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മൊത്തം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കാണാം ഒരു 140-150 മാർക്സ് ഒക്കെ ഈ പേപ്പറിൽ കിട്ടുക എന്നുള്ളത് വളരെ എളുപ്പമാണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്കണോമിക് ജസ്റ്റിസ് ആസ് വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ പ്രൊവൈഡഡ് ബൈ. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന എന്താ? പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ്. സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് DPSP. അപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സ് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയാൻ എക്കണോമിക് ജസ്റ്റിസ് മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സാധനം എന്താന്ന് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എക്കണോമിക് ജസ്റ്റിസ് മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സാധനം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല, ബാക്കി വരുന്നതെന്ന് പറഞ്ഞാൽ BO DO ആണ്. പ്രിയാമ്പിള് വായിച്ചിട്ടുള്ള ഒരാൾക്ക് അറിയാം, അതിൻ്റെ അകത്ത് ജസ്റ്റിസ് എന്ന് പറയുന്നത് സോഷ്യൽ എക്കണോമിക് ജസ്റ്റിസ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നെ പ്രിയാമ്പിളിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ലക്ഷ്മിയാനന്ദ് തറവായിട്ടുള്ള ഒരാൾക്ക് ആക്ച്വലി ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് പൊളിറ്റിക്കൽ റൈറ്റും DPSP എന്ന് പറയുന്നത് ഇതാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും ഡയറക്റ്റ് ആയിട്ട് അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. B ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 29. Due to improper indiscriminate disposal of old and used computers and their parts, which of the following are released into the environment as e-waste? നമ്മുടെ കമ്പ്യൂട്ടർ വൃത്തിയായിട്ട് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ താഴെ പറയുന്നതിൽ ഏതൊക്കെ പൊല്യൂട്ടൻസ് e-waste ആയിട്ട് എൻവയോൺമെന്റിലേക്ക് പോയി പൊല്യൂഷൻ ഉണ്ടാക്കാം? അതാണ് ചോദ്യം. ഈ 7 എണ്ണത്തിലെ നമുക്ക് 100% വരില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമേ ഉള്ളൂ. എന്താ അത്? പ്ലൂട്ടോണിയം ആണ്. കാരണം അതെ, അത് റേഡിയോ ആക്റ്റീവ് ആണ്. അത് ഒരിക്കലും വരാൻ പോകുന്നില്ല. അതില്ലാത്ത ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് B ആണ്. ആ സ്റ്റേറ്റ്മെന്റും താഴെ പറയുന്ന കോഡുകൾ പോലും UPSC എന്ത് മെറ്റിക്കുലസ് ആയിട്ട് ഇടുന്നതാണ്. കാരണം അതറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉത്തരത്തിലേക്ക് എത്തണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റുകളും ഡിസൈൻ ചെയ്യുന്നത്. ആൻസർ B ആണ്. ആസിഡ് റെയിൻ ഈസ് കോസ്ഡ് ബൈ പൊല്യൂഷൻ ഓഫ് എൻവയോൺമെന്റ് ബൈ എന്താ ഉത്തരം? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നൈട്രസ് ഓക്സൈഡ് ആൻഡ് സൾഫർ ഡയോക്സൈഡ്. വളരെ സിമ്പിൾ ചോദ്യം അത്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 10 എണ്ണത്തില് ഒരെണ്ണം പോലും നമുക്ക് ബേസിക് നോളജ് അറിയാം, കോമൺ സെൻസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണം പോലും നമുക്ക് കിട്ടാതിരിക്കില്ലായിരുന്നു. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാമേ. ഡൗട്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞു. സർ 29ാമത്തെ ക്വസ്റ്റ്യനില് ഓപ്ഷനില്ല തന്നതില് ഹെപ്റ്റാക്ലോർ പെസ്റ്റിസൈഡ് ആ ഗ്രൂപ്പിൽ വരുന്നല്ലേ? ഹെപ്റ്റാക്ലോർ, ഓക്കെ, ആ ഹെപ്റ്റാക്ലോർ ശരിയാണ്, അതൊരു പെസ്റ്റിസൈഡ് ആണ്. അത് അറിഞ്ഞില്ലെങ്കിൽ പോലും ചിലപ്പോൾ ആ 4 വെച്ചായിരിക്കും നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. കണ്ടോ, 4 ഇല്ലാത്ത ഒരൊറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. അപ്പം അത് വെച്ച് എലിമിനേറ്റ് ചെയ്യാം. അതില്ലാന്നുണ്ടെങ്കിൽ പ്ലൂട്ടോണിയം വെച്ച് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുന്നത്, ആ ഒരു സെൻസ് വേണം നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുന്നതിൽ, അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഒരാൾ പ്ലൂട്ടോണിയം വെച്ചായിരിക്കും എലിമിനേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ ഹെപ്റ്റാക്ലോർ അതൊരു ഈ പറഞ്ഞ പോലെ പെസ്റ്റിസൈഡോ ആണ്. അപ്പം അത് വെച്ചും എലിമിനേറ്റ് ചെയ്യാം. നമ്മൾ പിന്നെയും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ നോളജ് ബേസ് വെച്ച് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം, അത് മാത്രമേ ഉള്ളൂ. ഹലോ സർ, പറഞ്ഞോ. അതുപോലെ ഇന്നലത്തെ ക്ലാസ്സിലെ സിവിൽ സർവീസ് ബോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിവിൽ സർവീസ് ബോർഡോ? സിവിൽ സർവീസ് കമ്മീഷൻ, സിവിൽ സർവീസിന്റെ ഒരു സുപ്രീം കോടതി പറഞ്ഞിട്ട് ഉണ്ടാക്കിയൊരു ബോഡി. ഈ 11 മണിക്കത്തെ ക്ലാസ്സിലായിരുന്നോ? അല്ല, മറ്റേ ക്ലാസ്സിലായിരുന്നു. ആണോ? എങ്കിൽ എനിക്ക് ഡൗട്ട് എന്താണെന്നുള്ളതൊന്ന് മെസ്സേജ് അയച്ചാൽ മതിയേ. ഞാനത് കൺസേൺഡ് ടീച്ചറിന്റെ അടുത്ത് റിപ്ലൈ ചെയ്യാൻ പറയാം. അപ്പം വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി നാളത്തെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാമേ.